ജില്ലകളിൽ +2 കഴിഞ്ഞ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഒരു ബുദ്ധിമുട്ടിൻ്റെ കാര്യം അറിയിക്കാനാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. അതിൽ പ്രധാനമായിട്ട് നമ്മളെല്ലാ വർഷവും ചെയ്യാറുണ്ടെങ്കിലും കണ്ണൂർ സർവകലാശാലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് കണ്ണൂർ സർവകലാശാല രൂപീകരിച്ചത് തന്നെ ഈ പിന്നോക്ക ജില്ലകളുടെ വിദ്യാഭ്യാസ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് സർവകലാശാല വിദൂര വിഭാഗം പ്രൈവറ്റ് വിദ്യാർത്ഥികളോട് കടുത്ത അനീതിയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് 1-ാം വർഷ അഡ്മിഷൻ ക്ഷണിച്ചത് എന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഈ കേരളത്തിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നൊക്കെ പാടി നടന്ന കേരളത്തിൽ ഒരു നവംബർ മാസത്തിലാണ് കുട്ടികൾ 1-ാം വർഷ ഡിഗ്രി PGക്ക് അഡ്മിഷൻ ക്ഷണിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി. ഇപ്പോഴും സ്വാശ്രയ കോളേജിൽ, റെഗുലർ കോളേജിൽ പ്രവേശനം ലഭിക്കാത്ത +2 പാസ്സായ നൂറുകണക്കിന് കുട്ടികളുണ്ട് എന്ന യാഥാർത്ഥ്യം സർക്കാർ സർവകലാശാലകൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. സർവകലാശാലക്ക് അതിന് ഒരു പ്രധാന കാരണം ഈ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ ഒരു 72-ാം ഒരു നിയമമാണ്. 72 എന്ന് പറയുന്നൊരു നിയമം, അത് ലോകത്ത് ഒരിടത്തും ഇല്ലാത്തൊരു നിയമം ഈ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതായത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയാൽ കേരളത്തിലെ മറ്റൊരു സർവകലാശാലകളും പ്രൈവറ്റ് രജിസ്ട്രേഷനും വിദൂരവും തുടങ്ങാൻ പാടില്ല. വിദേശ സർവകലാശാലകൾ പോലും ഇപ്പോൾ ഇന്ത്യയിലും മറ്റോ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ വിദ്യ കൊണ്ട് സാക്ഷരത 100% നേടിയ ഒരു സംസ്ഥാനത്ത് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ട് അതിൻ്റെ കാരണം കൊണ്ട് മറ്റൊരു യൂണിവേഴ്സിറ്റിയും പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദൂരം നടത്താൻ പാടില്ല എന്നുള്ള ഒരു കരിനിയമം ആണ് പ്രധാനമായൊരു കാരണം. കഴിഞ്ഞ വർഷം കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് 20 കോടി രൂപയാണ് പ്രൈവറ്റ് വിഭാഗത്തിൽ നിന്ന് വരുമാനമുണ്ടായി. 20 കോടി. കണ്ണൂരിന് 7-8 കോടി. സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളൊക്കെ ഈ കാരണം കൊണ്ട് അവതാളത്തിലായിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ ഈ വിഷയം ഗൗരവത്തോടെ ഏറ്റെടുത്ത്, മാധ്യമങ്ങളാണ് വിഷയം ആത്മഹത്യയുടെ ചിന്തയിലേക്ക്, കാരണം ആ കുട്ടി +2 പാസ്സായൊരു കുട്ടി, 18 വയസ്സുള്ള കുട്ടി, അവർക്ക് സ്വാഭാവികമായും ദിവസേന റെഗുലർ ഉണ്ട്, സമാന്തര സ്ഥാപനങ്ങളുണ്ട്. ഒരു ചെറിയ സാമാന്യം നൽകാൻ പറ്റുന്ന ഫീസ് മാത്രം വാങ്ങിയിട്ട് അവർക്ക് ബിരുദമോ ഒക്കെ പഠിക്കാം. ഞങ്ങൾ ഈ വിഷയം ഉന്നത വിദ്യാന്മാരോടും പറഞ്ഞു, പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞു, സകലമാന അധികാര കേന്ദ്രങ്ങളിലും എത്തിയിട്ടും ഈ വിഷയമോ തുടങ്ങാൻ അനുമതി നൽകുന്ന വിഷയത്തിൽ ആരും, ഒരു പാർട്ടിയും വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ല എന്നുള്ളത് മാധ്യമങ്ങളെ എത്ര ആയിരക്കണോ എണ്ണ ആരും എടുത്തിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ കണ്ണൂർ നിങ്ങൾ ഇവിടുന്ന് താവക്കരയുന്ന പ്ലാസ ഭാഗത്തേക്ക് പോകുമ്പോൾ 2 ഭാഗത്ത് ബോർഡുകൾ വഴി നീളെ ഫ്രാൻസ്, ജർമ്മനി,